ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിബൂസ് വേൾഡ്. അപ്പം ഇന്ന് രാവിലെ തന്നെ നിബൂസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ചൂലൊക്കെ എടുത്ത് മാറാല തട്ടണം, അടിച്ചോരനും ഒക്കെ ഉണ്ട്. അപ്പോൾ നിത്തുവിന് സ്കൂൾ ഒഴിവുള്ള ടൈമിൽ ഓളിനെ ഹെൽപ്പ് ചെയ്യലുണ്ട്. ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ഓളത് ചെയ്യും. അപ്പോൾ ഓള് അടിച്ചോരുക, ബെഡ്ഷീറ്റും ഇതൊക്കെ വിരിക്കുക, അങ്ങനെയുള്ള പണികളിലൊക്കെയാണ് കേട്ടോ ഓള്. പിന്നെ നിബൂസ് എപ്പോഴും ബെഡിൽ കയറി മൂത്രമൊഴിക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഓന്. അപ്പോൾ ആദ്യം ഷീറ്റ് വിരിച്ചിടും, പിന്നെയാണ് ബെഡ്ഷീറ്റ് വിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഓള് അതൊക്കെ ചെയ്യാണ്. ഞാൻ എത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ഓൾക്ക് അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. എല്ലാ പണികളും ഓളെ ഇഷ്ടത്തോടു കൂടി ചെയ്യും. അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ ഇതാ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നിബൂസിൻ്റെ പരിപാടിയാണ്. എല്ലാ പാത്രവും ഓന് വലിച്ചു വാരി കൊടുന്ന് ബെഡ്റൂമിലും അങ്ങനെയൊക്കെ ഇടും. അപ്പോൾ ഇതാ നിത്തു ബെഡ്ഷീറ്റും ഷീറ്റും ഇതൊക്കെ വിരിക്കുകയാണ് കേട്ടോ. ഷീറ്റ് വിരിക്കാതെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ ഓന് മൂത്രമൊഴിക്കും. പിന്നെ ഒരുവിധമൊക്കെ ഓളെ കൊണ്ട് പറ്റുന്ന പോലെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത റൂമിൽ ഇതാ റെഡിയാക്കുകയാണ്. പുതപ്പ് മടക്കി വെക്കുന്നുണ്ട്, ബെഡ്ഷീറ്റ് വിരിക്കണം ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വയ്യാത്ത സമയത്തും ഓളോട് പറയൊന്നും വേണ്ട, ഓൾ ഒക്കെ ചെയ്യും. പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ ഓളെ ഇഷ്ടത്തിന് ഓൾ ചെയ്യണതാണ്. അപ്പോൾ ഇതാ അടുത്ത റൂമും വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കിച്ചണിൽ ഓരോ പണിയെടുക്കുന്ന സമയത്തൊക്കെ ഓള് അടിച്ചു വാരും, റൂമൊക്കെ വൃത്തിയാക്കും, ക്ലീൻ ചെയ്യും ഒക്കെ ചെയ്യും. അങ്ങനെ ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ ഓളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലും സുഖമില്ലാത്തൊക്കെ കിടക്കുകയാണെങ്കിൽ ഓള് അടുക്കളയിൽ പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി ഞാൻ അടുക്കളയിലേക്ക് എത്തുമ്പോഴത്തേനും ഓൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതൊന്നും അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞങ്ങളെ സ്ഥിരം കസ്റ്റമറാണ് നായ, എന്നും വരും കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ നിബൂസിനെ അധികം പുറത്തിറക്കലില്ല. ഇത് ഇവിടെ ഒരു അടുപ്പുണ്ട്, അവിടെ ഞങ്ങൾ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല, അകത്താണ് ഉണ്ടാക്കൽ. പിന്നെ അപ്പോൾ നിത്തു അതാ അതിനെ ഓടിക്കുകയാണ്. പിന്നെ ചോറൊക്കെ ആയിട്ടുണ്ട്, ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. മീനിതാ മസാല കൂട്ടി വെച്ചിരുന്ന ആവോലിയാണ് കേട്ടോ. പിന്നെ സാമ്പാറിനുള്ളത് അരിയാണ്. ഇവിടെ മീൻ വറുത്തതുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കറി സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ സാമ്പാർ കുക്കറിൽ ഇടുകയാണ്. ഞാൻ സാധാരണ കുക്കറിൽ അങ്ങനെ സാമ്പാർ വെക്കലില്ല. എനിക്കിങ്ങനെ അടുപ്പത്ത് കടന്ന് തിളച്ച് അങ്ങനെ വേവണതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ കുക്കറിലിട്ടു. പിന്നെ നിത്തു എല്ലായിടത്തും അടിച്ചൂരി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻ വറുക്കാൻ വെച്ചു. സാമ്പാർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വരും. ഇക്ക പണിക്ക് പോയിക്കാണ്. പിന്നെ ഇതാ സാമ്പാർ വറവിടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. സാധാരണ അവരൊക്കെ സ്കൂളിൽ പോയി ഇക്ക പണിക്കും പോയ സമയത്ത് ഞാനിപ്പോൾ ഒറ്റക്കാണ്. എൻ്റെ പണിയൊന്നും പെട്ടെന്ന് തീരൂല കേട്ടോ. കാരണം ഞാനൊരു പണി എടുക്കുമ്പോഴത്തേന് ഓനിപ്പുറത്ത് 10 പണി എനിക്ക് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മളെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്താണെന്ന് അറിയില്ല, ഇന്ന് ഓളും എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് സാമ്പാറിൽ മല്ലിച്ചപ്പ് ഇടുന്നൊരു പരിപാടി ഉണ്ട്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. മല്ലിച്ചപ്പ് ഇടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഒരുവിധ ആൾക്കാരൊക്കെ ഇടുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ഡെയിലി ഇടാറുണ്ട് കേട്ടോ, എപ്പോൾ സാമ്പാർ ഉണ്ടാക്കണില്ല. അപ്പോൾ നമ്മൾ കറിയും ചോറും മീൻ വറുത്തൊക്കെ റെഡിയായി. പിന്നെ ഇക്കാക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമുണ്ട്, മോര് കേട്ടോ. ഇതെപ്പോഴും വീട്ടിലുണ്ടാവും ഫ്രിഡ്ജിൽ. അപ്പോൾ മോരിക്ക് ചീരമുളകൊക്കെ ഇട്ടുകൊണ്ട് അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള മോരേനു. അപ്പോൾ അതിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് റെഡിയാക്കുകയാണ്. പിന്നെ നമ്മളടുത്ത മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ ചീരമുളകിൻ്റെ മരം. അപ്പോൾ അതിന്മേൽ കുറച്ച് മുളകൊക്കെ എടുക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഫുഡിൻ്റെ കൂടെ ഈ മോരാണ് കേട്ടോ. അതെല്ലാവർക്കും വേണം. ചെറിയ നിബൂസ് വരെ കുടിക്കും കേട്ടോ മോര്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ 4 നേരം ചോറെന്ന് വെച്ചാൽ 4 നേരം അവർക്ക് ചോറിൻ്റെ കൂടെ മോര് വേണം. അപ്പോൾ അതെപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും. ഇക്ക കൊണ്ടുവരും കേട്ടോ. സാധാരണ കടയിൽ നിന്ന് വാങ്ങണമല്ല, നാടൻ മോരാണ് വാങ്ങൽ. പിന്നെ അപ്പോൾ അതൊക്കെ കത്രി കൊണ്ട് വെട്ടിയിടാണ്. കാരണം എൻ്റെ കയ്യിൽ മുറിയുണ്ട്. അപ്പോൾ എനിക്കത് പിന്നെ കത്തി കൊണ്ട് ഇതാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കൈ എരിയെന്ന് വിചാരിച്ചിട്ടാണ്, കത്തി കൊണ്ട് മുറിച്ചിട്ടാൽ കൈ എരിയല്ലോ വിചാരിച്ചിട്ട് കത്രി കൊണ്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു. അല്ല, ഏകദേശം കിച്ചണിലത്തെ പണികളൊക്കെ കംപ്ലീറ്റ് ആയി കേട്ടോ. പിന്നെ ഇനി കുളിക്കാനും ഡ്രസ്സ് കഴുകാനും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്, ബാക്കിയുണ്ട്. പിന്നെ നിത്യം അടിച്ചു വാരി ഇട്ടീനല്ലോ, അപ്പം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. തുടക്കലും ഇതൊക്കെ കഴിഞ്ഞു. നിബൂസ് ഉറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ജോലിയൊക്കെ ഞാൻ ചെയ്യൽ. ഇന്ന് കുറച്ച് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പണികളൊക്കെ.
പിന്നെ ഇതാ തുണികൾ കുറച്ചൊക്കെ വിരിച്ചിടാണ്ടായിരുന്നു. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തുണികളൊക്കെ കഴുകിയിട്ടത് വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ അതൊക്കെ വിരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് കേട്ടോ തത്തമ്മ ഇങ്ങനെ ആക്ഷൻ കാണിക്കണത്. ഓനൊന്നും ഫുഡ് കൊടുത്തിട്ടില്ല. ഇന്നത്തെ തിരക്കിൻ്റെ ഇടയിൽ ഓന് ഫുഡ് കൊടുക്കാൻ വിട്ടിക്കണം. ഇക്കനെ സാധാരണ കൊടുക്കില്ല. ഇക്കനെ നേരത്തെ പോയതുകൊണ്ട് തത്തമ്മക്കുള്ള ഫുഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നല്ല കഴുകിയിട്ട ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വിരിച്ചിടാണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂടുള്ള വെയിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ ഡ്രസ്സുകളൊക്കെ വിരിച്ചിട്ടു. അപ്പോൾ നിത്തു അവിടെ നിന്നുകൊണ്ട് കുളിക്കണുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് കുളിക്കണതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഡ്രസ്സുകളൊക്കെ നല്ല കാറ്റും വെയിലൊക്കെ കൊണ്ടുകൊണ്ട് ഉണങ്ങാനിട്ടു. പിന്നെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. സാമ്പാറും മീൻ വറുത്തതും മോരൊക്കെ കൂട്ടി. പിന്നെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കിടക്കാൻ നിന്ന ആ സമയത്ത് അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്താ നോക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള ലഡുവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവൻ പോയി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. സ്കൂളുള്ള ദിവസം സ്കൂളിൽ വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കാറുണ്ട്. പഴംപൊരിയോ പുകടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കലുണ്ട്. ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ല. ഇന്ന് ഇളച്ചൻ കൊടുന്ന അനിയത്തിൻ്റെ ഹസ്ബൻഡ് കൊടുന്ന സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ചായ എടുക്കുന്ന സമയത്താണ് നിബൂസ് ഉറങ്ങി എണീറ്റത്. ഭയങ്കര കുറുമ്പാണ് കേട്ടോ. ഉറങ്ങി എണീറ്റ സമയത്ത് അവൻ വിചാരിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അവന് ഭയങ്കര കുറുമ്പേ കാരണം. അപ്പോൾ ഞങ്ങളിത് ചായ കുടിക്കണം. ഞങ്ങൾ മൂന്നാളും മാത്രമേ ഉള്ളൂ കേട്ടോ. നീനും നിത്തും ഞാനും മാത്രമേ ഉള്ളൂ. ഇക്കയില്ല. ഇക്ക സാധാരണ വൈകുന്നേരം ടൈമിലൊന്നും ചായ കുടിക്കില്ല. അപ്പോൾ നിബൂസ് ഇതാ നല്ല കരച്ചിലാണ് കേട്ടോ. എന്ത് കൊടുത്തിട്ട് ഓനെ നിൽക്കണുണ്ടായില്ല. പിന്നെ ഞാൻ ഓനൊന്ന് എടുത്ത് സമാധാനിപ്പിച്ചപ്പോഴാണ് പിന്നെ ഓൻ്റെ കരച്ചിലൊക്കെ മാറിയത്. അപ്പോൾ ഇതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ നിബൂസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ഓന് അതൊന്നും കൊടുത്തിട്ടൊന്നും ഓന് വേണ്ട. പിന്നെ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, നാളത്തേക്കുള്ള. അപ്പോൾ കുറച്ച് അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അരച്ചെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അരച്ചെടുക്കുകയാണ്. ഇവിടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ, ഉഴുന്ന് ദോശ. അപ്പോൾ അതൊക്കെ അരച്ചെടുക്കാനുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് അരച്ചെടുക്കാനോ കുറച്ച് ടൈം വൈകിക്കൊണ്ട്. സാധാരണ ഇവിടെ കറണ്ട് ഉണ്ടാവില്ല. വൈകുന്നേരം സമയത്തൊക്കെ അധികം കാറ്റും മഴയൊക്കെ ആകുമ്പോൾ കറണ്ട് പോകും. ഇവിടെ ഇടയ്ക്കുള്ള പതിവാണ് കേട്ടത്. അപ്പോൾ പിന്നെ കറണ്ടൊക്കെ വന്ന് മഗ്‌രിബിൻ്റെ ടൈമിലൊക്കെയാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കണത്. പിന്നെ ഇത് ഞങ്ങൾ നിസ്കരിക്കാൻ നിന്നിട്ടുണ്ട്. നിത്തുത നിസ്കരിക്കണേ. അപ്പോൾ നിത്തുവിൻ്റെ കൂടെ നിബു ഉണ്ട് കേട്ടോ നിസ്കരിക്കാൻ. ഓന് ഞങ്ങളെ കൂടെ ഒക്കെ വന്ന് നിസ്കരിക്കാൻ ഇതിനൊക്കെ നിൽക്കും. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടുള്ള കുറുമ്പാണ് കാണുന്നത്. ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഫോണ് ഓനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.